യുടെ പ്രതിഫലം പോലെയൊന്ന് അള്ളാഹു ഹദിയയായി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ കേരളത്തിലെ വളരെ പ്രശസ്തവും അറിയപ്പെട്ടതും വളരെ നേരത്തെ കേരളത്തിലെത്തിയവരുമായ ബുഖാരി കുടുംബത്തിൽ ജനിച്ച് ഉന്നത പാണ്ഡിത്യം നേടി വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് നേടി പഠിച്ച ഇൽമ് ജീവിതത്തിൽ അതേവിധം പുലർത്തുകയും ജീവിതത്തിൽ ആചാരമായി കൊണ്ടുവരികയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എത്ര തിരക്കിനിടയിലും സാധാരണ ചൊല്ലിവരുന്ന ദിക്റുകളും സാധാരണ കൊണ്ടുവരുന്ന സുന്നത്തുകളും വദായിഫുകളും കൃത്യമായി നിർവഹിച്ച് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരിലും എല്ലാ സൽക്കർമ്മങ്ങളിലും മുൻപന്തിയിലുള്ളവർ ധാരാളം ത്വരീഖത്തുകളുടെ ഇജാസത്തുകൾ മശായിഖന്മാരിൽ നിന്ന് സ്വീകരിച്ച് എത്രയോ ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് മുഹിബ്ബീങ്ങൾക്ക് ത്വരീഖത്തിന്റെ ഇജാസത്ത് നൽകുകയും ചെയ്ത മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ 1956 വിനീതനായ ഞാൻ ജനിക്കുന്നതിന്റെ ഏകദേശം 3 വർഷം മുമ്പ് സെപ്റ്റംബർ 20 താനൂർ ഇസ്ലാഹുൽ ഉലൂമിലെ മുസാവറയിൽ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് മഹാനവറുകളെ സെലക്ട് ചെയ്യപ്പെടുന്നു. 1966 ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു ഈ കേരള മണ്ണിനോട് വിട പറയുന്നത്. അതിനു മുമ്പ് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ സ്ഥാനത്ത് വന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് ആ കാലഘട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ അവറുകൾ പറയുകയുണ്ടായി, തങ്ങൾ സജീവമാകണം, തങ്ങളെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ടാകും. അത് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ ഉള്ളാൾ തങ്ങൾ അവറുകളോട് സമസ്തയിൽ സജീവമായി മുന്നേറാനുള്ള ഒരു ചെറിയ നിർദ്ദേശം മഹാനായ തങ്ങളവറുകൾക്ക് നൽകിയത് പിൽക്കാലത്ത് നടന്ന സംഭവ വികാസങ്ങളിൽ മഹാനായ തങ്ങളവറുകൾക്ക് അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകുന്ന അതിനു പറ്റിയ ഒരാളെ സമസ്തയിൽ രംഗത്ത് കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു എന്ന് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ വഴിവെക്കുന്ന ഒരു വാക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, വളരെ ചുരുക്കി മാത്രം പറയുകയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു ഉലമാ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേരുകയുണ്ടായി. അന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ വികാസം അത്രയുമാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ കുറച്ചു കാലം മുമ്പ് കോഴിച്ചനയിൽ വെച്ച് നമ്മുടെ ഉലമാ സമ്മേളനം ചേർന്നിരുന്നു. അന്ന് എത്ര സ്ഥലമായിരുന്നു അതിനാവശ്യമായി വന്നതെന്നും എത്ര പണ്ഡിതന്മാരായിരുന്നു പങ്കെടുത്തിരുന്നതെന്നും നാം നേരിൽ കണ്ടിട്ടുണ്ട്. ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഉലമാ സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൊതുസമ്മേളനത്തെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര പ്രത്യേകം വെള്ള വിരിപ്പ് വിരിച്ച് ഒരുക്കി വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അവറുകൾ അവിടെ എത്തിയപ്പോൾ തങ്ങളവറുകളോട് പറഞ്ഞു, തങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് തങ്ങളവറുകളെ ആ പ്രത്യേകമായി വെള്ളപ്പതുപ്പ് പുതപ്പിച്ച കസേരയിൽ ഇരുത്തി ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് ഉന്നത സ്ഥാനത്ത് ഇരിക്കേണ്ടതെന്ന് സമൂഹത്തെ പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ്. അള്ളാഹു രണ്ടുപേർക്കും ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. 1957 ഫെബ്രുവരി 9 മുശാവറ യോഗം ചേർന്നപ്പോൾ ആ
തങ്ങളവറുകൾ പങ്കെടുത്ത മുശാവറ മുതൽക്കാണ് വാസ്തവത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഓരോ കാര്യങ്ങളും ഊടും പാവും നൽകി സുശക്തമായ മുന്നേറ്റത്തിന് സാഹചര്യങ്ങളുണ്ടായത്. 1951 മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് അവറുകളുടെ അയൽബയാൻ മാസികയിലെ സമസ്തയോടുള്ള ഒരു ചെറിയ അഭ്യർത്ഥന എന്ന നിലക്ക് അന്ന് മഹാനവറുകൾ നമുക്ക് പുസ്തകങ്ങളും അതുപോലെ മദ്രസകളും ആവശ്യമാണെന്നും അതില്ലെങ്കിൽ പിന്നീട് നാം ഖേദിക്കേണ്ടി വരുമെന്നും അറിയിക്കുന്ന ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ 1951 വടകരയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഓരോ വ്യക്തികൾ പുസ്തകങ്ങൾ ഉണ്ടാക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടികളല്ലാതെ ശരിയായ ഒരു ബോർഡിന്റെ കീഴിലുള്ള പുസ്തകങ്ങളോ സിലബസുകളോ അതുവരെയും നടപ്പിൽ വന്നിരുന്നില്ല. മഹാനായ തങ്ങളവറുകൾ സമസ്തയിലേക്ക് വന്നതിന് ശേഷമാണ് 57 ഫെബ്രുവരി 9 മുശാവറ. ആ മുശാവറയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമടക്കം എല്ലാം സമസ്ത പരിശോധിച്ച് അത് പുറത്തിറക്കണമെന്ന് തീരുമാനിക്കുകയും അതുപോലെ അറബിയിലുള്ള കിതാബുകൾ ഉണ്ടാക്കി കുട്ടികളെ അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. അതുവരെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിനും സമസ്തക്കും ഒന്നും ഓഫീസ് ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ഒരു റൂം ഓഫീസായി എടുക്കുകയും മാസത്തിൽ 15 രൂപ, 15,000 അല്ല, വെറും 15 രൂപ, അന്നത്തെ 15 രൂപ വാടക നിശ്ചയിക്കുകയും അതിനാവശ്യമായ സംഖ്യ സമസ്ത മുശാവറയിലെ അംഗങ്ങൾ തന്നെ ഓരോരുത്തർ 10 രൂപ വീതമൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ സംഖ്യ ആ പണ്ഡിതന്മാര് തന്നെ അവരിൽ നിന്ന് സ്വരൂപിക്കുകയും ആയിരുന്നു. അതിന് ശേഷം നടന്ന ആ മുശാവറയിലാണ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ ഈ പറഞ്ഞ മുശാവറയിലാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവറുകൾക്ക് രോഗവും ക്ഷീണവുമായതിനാൽ പ്രവർത്തന രംഗത്ത് മുന്നേറാൻ സാധിക്കാത്തതിനാൽ മഹാനവറുകൾ ഒഴിഞ്ഞ സ്ഥാനത്തേക്കായിരുന്നു EK ഉസ്താദ് അവറുകളെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1957 മാർച്ച് 24 സിലബസ് മുശാവറ പരിശോധിച്ച് പാസാക്കുകയും അതിന്റെ പുറമെ ഖുതുബ പരിഭാഷയെ സംബന്ധിച്ച് അനുകൂലിച്ചുകൊണ്ട് കൊടിയത്തൂർക്കാരനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന പേരുള്ള ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിനൊരു മറുപടി എഴുതാൻ ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവറുകളെ അധികാരപ്പെടുത്തുകയും ആ മറുപടി പുസ്തകം സമസ്തയിൽ കൊണ്ടുവന്ന് വായിച്ച് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാരോട് ഒപ്പുവാങ്ങി പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചുകൊണ്ട് ഇത്ര വലിയവരായിരുന്നാലും ഏത് കാര്യം ചെയ്യുമ്പോഴും അതെല്ലാവരുടെയും തീരുമാനപ്രകാരവും എല്ലാവരുടെയും അറിവ് പ്രകാരവും ഒരു സംഘടന സെറ്റപ്പിലാവുകയും ചെയ്യണമെന്ന് ഉള്ള തീരുമാനങ്ങൾ വന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സമസ്തയിലേക്കുള്ള രംഗപ്രവേശനത്തോടുകൂടിയായിരുന്നു. 1958 ഡിസംബർ 24 വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമാവലി വായിച്ച് മുശാവറയിൽ പാസാക്കിയെടുക്കുന്നത്. 1960 ഡിസംബർ 24 ചേർന്ന സമ്മേളനത്തിലാണ് കക്കാട് വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതും 1961 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ അവിടെ സമ്മേളനം സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാം മഹാനായ തങ്ങളവറുകളുടെ സാന്നിധ്യം നാം വളരെ വ്യക്തമായി സംഘടനാ പ്രവർത്തന രംഗത്ത് കാണുകയാണ്. ചുരുക്കി പറയുന്നു, 1961 ഫെബ്രുവരി 9 മുശാവറ ചേർന്നു. ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ആ സമ്മേളനത്തിലാണ് നമ്മുടെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൽ ആധികാരികമായി അംഗീകാരം നൽകുന്നത്. 1954
SYS രൂപീകൃതമായതെങ്കിലും അംഗീകാരം നൽകുന്നത് പിന്നീട്.